ചോദ്യങ്ങൾ ഉണ്ടാകുക. അപ്പൊ 4 ഓപ്ഷൻ ഉണ്ടാവും. റൈറ്റ് ആൻസർ നിങ്ങൾ ആദ്യ സെക്കൻഡിൽ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, യെസ്, റൈറ്റ് ആൻസർ ചൂസ് ചെയ്യാം. യെസ്, അൽബക്രയില് പശുവിന്റെ വർണ്ണത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കളറ് പ്രതിപാദിക്കുന്നുണ്ട്. ഏതായിരുന്നു ആ കളർ എന്നുള്ളതാണ് ചോദ്യം. യെസ്, 4 സെക്കൻഡ് കൂടി ബാക്കിയുള്ളൂ. യെസ്, ബ്രൈറ്റ് യെല്ലോ ആയിരുന്നു. യെസ്, അപ്പോ 15 പേരാണ് റൈറ്റ് ആൻസർ ചെയ്തത്. ഭൂരിഭാഗം ആളുകൾ തെറ്റിച്ചെന്ന് തോന്നുന്നു. 21 പേര് തെറ്റിച്ചിട്ടുണ്ട്. യെസ്, അടുത്തേക്ക് പോവാം. ഇവിടെ ഹസ്മിയ, ഇന്നത്തെ ഈ ഫസ്റ്റ് ചോദ്യം കഴിയുമ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹസ്മിയാണ്. ഓക്കെ, പിന്നെ ഷംസീർ ഉണ്ട്, അസ്ലം ഉണ്ട്, ഹസീൻ ഉണ്ട്, റേ എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ട്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 2. സ്വർഗത്തിലെ പരവതാനികളുടെയും തലയിണകളെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുർ റഹ്മാനിൽ ഒരു പ്രത്യേക നിറത്തിലുള്ള മെത്തകളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ആ നിറം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആയത്ത് ഓർക്കുന്നവർക്ക് കൃത്യമായിട്ട് കിട്ടും. ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഗോൾഡ്, സിൽവർ, ഗ്രീൻ, വൈറ്റ്. യെസ്, ഗ്രീൻ ആണ് റൈറ്റ് ആൻസർ. 21 പേരും റൈറ്റ് ആൻസർ ചെയ്തു. പക്ഷേ 17 പേര് തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, അവിടെ ഹസീന 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അസ്ലം, ടി കെ, റേ, സലീൽ എന്നിവരാണ് ഇപ്പോ 5 പൊസിഷനിലുള്ളത്. നിങ്ങളുടെ റൈറ്റ് ആൻസർ ചെയ്ത ആളുകളുടെയും പേര് കാണിക്കാത്തതിന്റെ കാരണം നിങ്ങൾ ആദ്യ സെക്കൻഡിൽ തന്നെ സമയം വൈകാതെ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. അപ്പോ ഏറ്റവും വേഗത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും അടുത്ത റൗണ്ടിൽ സ്ക്രീനിൽ വരും. യെസ്, മൂസ നബി അലൈഹി സ്വലാമിന്റെ കൈ കഷത്ത് വെച്ച് പുറത്തെടുക്കുമ്പോൾ ഒരു കളറായിട്ട് വന്നതായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് കളറുമായിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത്? ഗോൾഡൻ, വൈറ്റ്, സിൽവർ, യെല്ലോ. യെസ്, വൈറ്റ് ആണ്. 11 പേര് തെറ്റിച്ചെങ്കിലും 27 പേര് റൈറ്റ് ആൻസർ ചെയ്തിരിക്കുന്നു. അവിടെ ഹസ്മിയ, സീന ടോപ്പിൽ തന്നെ ഉണ്ട്. റൈ, സലീൽ, ഷംസീർ എന്നിവരാണ് ഇപ്പോ 3, 4, 5 സ്ഥാനങ്ങളിൽ. യെസ്, അടുത്തത് സൂറത്ത് ഫാത്തിറില് പർവ്വതങ്ങളുടെ വ്യത്യസ്ത കളറുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഖുർആൻ മെൻഷൻ ചെയ്യുന്നില്ല പർവ്വതങ്ങളെ കളറായിട്ട്. അതേതായിരിക്കും? യെസ്, ബ്ലൂ ആണ് റൈറ്റ് ആൻസർ. അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അത് ഖുറാനിക്ക് വ്യൂ പോയിന്റിൽ അല്ലാതെ ആലോചിക്കുമ്പോൾ ബ്ലൂ എഴുതാൻ യാതൊരു സാധ്യതയില്ല. കാരണം ബ്ലൂ കോമൺ ആയിട്ട് കാണുന്നതാണ്. പക്ഷെ അത് കറക്റ്റ് എഴുതി എന്നുള്ളത്, ആൻസർ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെല്ലാം തെളിവാണ്. യെസ്, സലീൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. റേ, ഹസീന എന്നിവരാണ് ഇപ്പോ ടോപ്പിലുള്ളത്. യെസ്, അടുത്തത് മുജ്രിമീങ്ങളുടെ കണ്ണിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോ അവരുടെ കണ്ണ് ഏത് നിറത്തിലുള്ളതായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു കളറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതായിരിക്കാം? കുറ്റവാളികളെ പലതരത്തിലുള്ള അവസ്ഥയെ കുറിച്ച് വിവരിക്കുമ്പോഴാണ് ആ കളർ സൂചിപ്പിക്കുന്നത്. മറ്റു സ്ഥലത്തെയുള്ള കളർ. ബ്ലൂ ആണ് റൈറ്റ് ആൻസർ. അവിടെ തെറ്റിയിട്ടുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും. 9 പേരും റൈറ്റ് ആൻസർ ചെയ്തപ്പോൾ ബാക്കിയുള്ളവർ തെറ്റിയിട്ടുണ്ട്. അവിടെ നീല എന്നുള്ള ഇതാണ് ഉപയോഗിച്ചത്. സലീൽ 1ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. ഒരു റിയാക്ഷൻ ബട്ടണെ കൊടുത്തോളേ വിജയികൾക്ക്, പങ്കെടുക്കുന്ന ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകൾക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. സൂറത്തുർ റഹ്മാനിൽ ആകാശം പിളറുന്ന ഘട്ടത്തിൽ അതിന്റെ നിറം മാറുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ എന്തിനോടാണ് ഉപമിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരു പൂവിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
വർദ്ധത്തൻ കദ്ദിഖാൻ എന്ന് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വർദ്ധത്ത് റോസിനെ കണക്ട് ചെയ്തിട്ടാണ് അത് പറയുന്നത്. സലീൽ 1-ാം സ്ഥാനത്തുണ്ട്, അൽഫാസ് 5, ബാക്കിയുള്ളവർ 3, 2, 1, 4 സ്ഥാനങ്ങളിലുണ്ട്. അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക, സിബത്തുള്ള അള്ളാഹുക്കൾ മനോഹരമായി വർണ്ണം നൽകുന്നവന് ആരുണ്ട്? വിശുദ്ധ ഖുർആനിലെ ഈ പരാമർശം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ചാണ്. ഏതാണ് സൂറത്ത് എന്നുള്ളതാണ് ചോദ്യം. ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം, സമീകരുത്. ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കൂട്ടൂല. നമ്മുടെ സ്കോറിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ തന്നെ ഇടണം, എന്നാലും ഇട്ടോളി, കുഴപ്പമില്ല. അൽബക്കറയാണ് റൈറ്റ് ആൻസർ. 24 പേര് റൈറ്റ് ആൻസർ ചെയ്തപ്പോ 11 പേര് തെറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ അൽഫാസ്, ഹസീന ഇവർ തന്നെയാണ് ടോപ്പിലുള്ളത്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നൂറുൻ അലാ നൂർ എന്ന ആയത്തുള്ളത് സൂറത്ത് നൂറിലാണ്. കുറെ ആള് ഫാൾസ് എഴുതിയിട്ടുണ്ട്. 11 പേര്, 24 പേര് എഴുതിയതാണ് റൈറ്റ് ആൻസർ. അതിന്റെ 4-1 തെറ്റി എഴുതിക്കുന്നത്. അത് ആ ചോദ്യം അങ്ങനെ കേട്ടപ്പോ ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും ആയിരിക്കില്ല എന്നുള്ളത്. റൈറ്റ് ആൻസർ ആണ്, യെസ് ആണ് റൈറ്റ് ആൻസർ. ഇപ്പൊ നമ്മുടെ ഈ ക്വിസ് റൗണ്ട് അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വർണ്ണ വൈവിധ്യങ്ങളെ കുറിച്ച് ഖുർആൻ എടുത്തു പറയുന്ന കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതോ ഈ 4-ണത്തില് ഒന്നിന്റെ വർണ്ണ വൈവിധ്യത്തെ കുറിച്ച് ഖുർആൻ പറയുന്നില്ല, ബാക്കി 3 പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പറയത്തത് ഏത്? തേന്, കടൽ, പർവ്വതം, ഫലവർഗ്ഗങ്ങൾ. ചിലര് ഗസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചാറ്റില് കടലാണ് റൈറ്റ് ആൻസർ. എല്ലാവരും തേന് എഴുതിയിരിക്കുന്നത്. സൂറത്തുൻ നഹ്ലില് തേനിനെ കുറിച്ച് പറയുമ്പോൾ വർണ്ണ വൈവിധ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഗസ് അടിച്ച് തെറ്റിപ്പോയി. കടലാണ് റൈറ്റ് ആൻസർ, പക്ഷെ അതിന് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരു ഇതാണ്. എല്ലാവരും തേൻ എഴുതിയത്, പക്ഷെ തേൻ തെറ്റാണ്. റൈറ്റ് ആൻസർ കടലാണ്. കടലിനെ കുറിച്ചാണ് അങ്ങനെ വർണ്ണ വൈവിധ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാത്തത്. യെസ്, ബാക്കി 3 കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളൊന്നുകൂടി ശ്രദ്ധിച്ച് പഠിക്കണം എന്നുണ്ട്. അവിടെ റേ ഈ ചോദ്യത്തോടുകൂടി 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളുടെ നിറങ്ങളും ഭാഷകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂറത്തില് ഈ നിങ്ങളുടെ ഭാഷയുടെയും അതുപോലെ തന്നെ വർണ്ണങ്ങളുടെയും വൈവിധ്യങ്ങളെ കുറിച്ച് അത് ദൈവിക ദൃഷ്ടാന്തമാണെന്ന് പറയുന്നുണ്ട്. സൂറത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിലപ്പോൾ അധികം നമ്മൾ ചിന്തിക്കാത്തത് പോയത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. യെസ്, അവിടെ ഒരു 9, 6, 15, 16 പേര് റോങ്, 17 പേര് റൈറ്റ് ആൻസർ. എന്നാലും മെജോറിറ്റി റൈറ്റ് ആൻസർ ആണ്. സൂറത്ത് റൂമാണ് റൈറ്റ് ആൻസർ. യെസ്, നമ്മുടെ ഇന്നത്തെ ഈ ക്വിസ് കഴിയുമ്പോൾ വിന്നേഴ്സ് ആരാണെന്ന് നോക്കാം. തേർഡ് പ്രൈസ് ഗോസ് ടു ഹസീന. യെസ്, സെക്കൻഡ് പ്രൈസ് അൽഫാസ്. ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സലീം. ഓക്കെ, 3 പേരുടെയും ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലയർ തയ്യാറാക്കാം. ഓക്കെ, നമ്മളൊരു സ്മോൾ ഗിഫ്റ്റ് എന്ന നിലക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ സലീൽ GPay നമ്പർ ഒന്ന് പേഴ്സണലിൽ അയച്ചാൽ മതി.